ഈ സ്വർണ്ണക്കൊള്ളയിൽ ഈ താങ്കൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാളുടെ മൊഴിയുണ്ടായിരുന്നു. അതിപ്പം അതിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് SIT പറയുന്നത്. അല്ല, ഇല്ലെങ്കിൽ വേണ്ട. എന്താണ് ഞാൻ ചെയ്തത്? എൻ്റെ അടുക്കലൊരു വിദേശ വ്യവസായി വന്ന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നു. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ അയാളുടെ പേരും പറഞ്ഞിട്ടില്ല, അതിൽ പറഞ്ഞ കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഭയമാണിത് പറയാൻ. അപ്പം ഞാൻ കരുതി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇങ്ങനൊരു വിവരം കിട്ടിയാൽ ഞാനത് SITയോട് പറയണ്ടേ. ഞാൻ അവർക്ക് കത്തയച്ചു. അവരെന്നെ വിളിച്ചു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന് ഫോൺ നമ്പർ കൊടുത്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലയോ അവരന്വേഷിക്കട്ടെ. ശരിയല്ലെങ്കിൽ ഓക്കെ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് ശരിയല്ല എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത്? ആർക്ക് കിട്ടിയത്? ഏതോ കേന്ദ്രങ്ങൾ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പടച്ചുണ്ടാക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ SIT പറഞ്ഞത് ഞങ്ങളൊരു കാര്യവും പുറത്ത് പറഞ്ഞിട്ടില്ല, ഞങ്ങളൊരു ന്യൂസ് ലീക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് രാവിലെ ഈ വാർത്ത പറയണമെങ്കിൽ ഇതിൻ്റെ പിന്നെ ആരെയും ഉണ്ടല്ലോ. അല്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സത്യമാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കഥയുടെ ഒരു ഭാഗം അങ്ങ് പൊളിഞ്ഞു. അതല്ല, അത് എന്താണെന്നുള്ളത് കാണും. ഇനി വരണമല്ലോ, എനിക്കറിയില്ല. എന്നോട് ഇത്രയും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ടത്, ഞാൻ മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? അത് അന്വേഷിക്കുകയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷിക്കേണ്ടത് അവരുടെ ജോലിയാണ്. ദെയർ എൻഡ്സ് മൈ റോൾ. പാർട്ടികൾ ഇലക്ഷൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പോൾ എത്ര സീറ്റ്, എത്ര വോട്ട്, ഇതിനു മുമ്പുള്ള പഴയ ചരിത്രമൊക്കെ ഉണ്ട്. അതനുസരിച്ചുള്ള സ്ട്രാറ്റജി മാനേജേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ കനഗോലു എന്ന് പറഞ്ഞൊരു വ്യക്തി, ഈ സത്യത്തിൽ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അല്ല, എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സഹായിക്കാറുണ്ട്. അല്ല, സുനിൽ കനഗോലു നിങ്ങളുടെ സ്ട്രാറ്റജി ഉപദേശകനാണോ അതോ നിങ്ങളുടെ ക്യാമ്പയിൻ ഇംപ്ലിമെൻ്റർ ആണോ? ഇതൊന്നും എല്ലാം എനിക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് കരുതുക. കോൺഗ്രസ്സുകാരനാണെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ടായിരിക്കും അല്ലേ? അത് നോക്കാം.